ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മെസ്സി വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് മാസങ്ങളായി. അപ്പോൾ ആദ്യം എപ്പോൾ വരുമോ അങ്ങനെ കുറേ കാര്യങ്ങളും, അതായത് മെസ്സി വരുമെന്ന് പറയാൻ ഈ ഒരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ മാസങ്ങളായിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് പങ്കില്ല, സംസ്ഥാന സർക്കാർ പണം നൽകില്ല എന്ന് പറയുമ്പോഴും കായിക വകുപ്പ് ആണല്ലോ കൊണ്ടുവരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അവർക്ക് പോലും ഒരു ക്ലാരിറ്റി ഇല്ല ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ടീം അർജന്റീന ഈ കരാർ ഒപ്പിട്ടോ, ചെലവ് എത്രയാണ്? ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞു വിൻഡോ അവർ ക്ലോസ് ചെയ്തിട്ടില്ല, അതിനർത്ഥം സാധ്യതകളുണ്ടെന്ന്. പക്ഷേ അർജന്റീനയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ഞങ്ങൾ വരുമെന്ന പ്രതികരണം ഉണ്ടായിട്ടില്ല, വരില്ല എന്ന പ്രതികരണം ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ അർജന്റീനയെ പോലെ ഒരു ടീമിനെ കൊണ്ടുവരാനുള്ള പണം അതിപ്പോൾ സ്പോൺസറാണ് അത് ചെയ്യുന്നതെങ്കിലും അത് അർജന്റീനയുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന നിലയിൽ ആ സ്പോൺസർഷിപ്പ് എത്തിയിട്ടുണ്ടോ, അതിൽ കരാർ ഒപ്പുവെച്ചാൽ ഓക്കെ, നമുക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാതെ വിശ്വസിക്കാം. പക്ഷേ ഇപ്പോഴും കരാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദ്യചിഹ്നം മാത്രമാണ് ഉത്തരം. ആദ്യം നമ്മൾ കേട്ടിരുന്നത് ഈ 45 ദിവസത്തിനുള്ളിൽ ആദ്യം ഒരു ഗഡു നൽകണം എന്നുള്ളതായിരുന്നു. അതിൽ വീഴ്ച സംഭവിച്ചു സ്പോൺസർക്ക്. അങ്ങനെയാണ് ഇപ്പോൾ പിന്നീട് ഈ വരില്ല എന്നുള്ളൊരു ചർച്ചകളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ പണം നൽകി പൂർണ്ണമായും മാച്ച് ഫീ അടച്ചു കഴിഞ്ഞു എന്നാണ് കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. എത്രയാണ് ഇതിൽ ചെലവ്? എന്തായാലും 100 കോടിക്ക് മുകളിൽ ചെലവാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ സർക്കാരിന് വിഹിതമുണ്ടോ? ഇപ്പോൾ നേരത്തെ അബ്ദുറഹ്മാൻ സൂചിപ്പിക്കുന്നത് സർക്കാരിന് ബാധ്യതയില്ലാതെയാണ്, പൂർണ്ണമായും പ്രൈവറ്റ് സ്പോൺസർഷിപ്പിലാണ് ഈ പരിപാടി നടക്കുന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഒരു പണമെങ്കിലും ചെലവാക്കിയാൽ ഇവിടെ കുറേ ചോദ്യങ്ങൾ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മുടെ കായിക താരങ്ങൾ, വോളിബോൾ കായിക താരങ്ങളൊക്കെ ദേശീയ മത്സരത്തിന് പോകാൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ അഭിമാനമായ താരങ്ങളെ തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടത്താൻ വിളിച്ചു വരുത്തിയിട്ട് ആ പരിപാടി ഇല്ല എന്ന് പറഞ്ഞ് നിരാശനായി മടങ്ങിപ്പോകേണ്ട സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കായിക മേഖലയോട്, കായിക താരങ്ങളോട് എത്രത്തോളം അവഗണനയൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കെ ഇത്തരം ശ്രമങ്ങൾ വേണോ എന്ന ചോദ്യം വരുന്നത്. അത് പ്രസക്തവുമാണ്. ഇനി ഈ മാച്ച് ഫീ അടച്ചു കഴിഞ്ഞു സ്പോൺസർ എന്ന് പറയുന്നു. അപ്പോൾ അതോടുകൂടി സ്പോൺസറുടെ റോൾ കഴിഞ്ഞു. ഇനി ആരായിരിക്കും ടീം അർജന്റീനയുമായി ചർച്ചകൾ നടത്തുക? എവിടെയായിരിക്കും? എപ്പോൾ വരും? എന്തൊക്കെയായിരിക്കും അതിലെ നിബന്ധനകൾ? അക്കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. മെസ്സിയെ പോലൊരു താരത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എത്ര നേരമുള്ള മത്സരമായിരിക്കും? ആരുമായിട്ടായിരിക്കും കളിക്കുക? എവിടെയായിരിക്കും കളിക്കുക? അത് കഴിഞ്ഞ് മെസ്സി ആരാധകരുമായി ഇന്ററാക്ട് ചെയ്യും. അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. അതിൽ സ്പോൺസറുടെ റോൾ എന്തായിരിക്കും എന്നുള്ളതും അറിയേണ്ടതാണ്. അതിലാണ് എവിടെ കളിക്കുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ നേരത്തെ ഷറഫ് അലി സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം, കൊച്ചിയും ഒക്കെയാണ് മുന്നിലുള്ളത്. പക്ഷേ അതിന് 2 മാസത്തേക്കെങ്കിലും മുൻപായിട്ട് കുറേ അറ്റകുറ്റപ്പണികൾ, അതൊരു ചെറിയ പണിയാണെന്നും കരുതുന്നില്ല. കാരണം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്താം, സുരക്ഷ, ഗാലറിയുടെ നിലവാരം എല്ലാം ഉറപ്പുവരുത്തണം. അത് അണ്ണുവിട തെറ്റിയാൽ ഇത്തരം ഇന്റർനാഷണൽ ടീമുകളൊന്നും വരാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ അതും വലിയ ജോലി തന്നെയാണ്. അത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാവുന്ന കാര്യമല്ല. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വരും, എന്നായിരിക്കും? 2025 വരുമെന്ന് പറയുന്നു. അത് എന്നായിരിക്കും? ഇപ്പോൾ കേൾക്കുന്നത് അത് ഒക്ടോബറിലായിരിക്കും എന്നുള്ളത്. പക്ഷെ നമ്മൾ ടീം അർജന്റീനയുടെ ഒരു വിൻഡോ നോക്കുമ്പോൾ ആ ഷെഡ്യൂൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒക്ടോബറിൽ മാത്രം ചൈനയ്ക്കെതിരെ 2 മത്സരമുണ്ട്. ആ സമയത്ത് വേറെ കേരളത്തിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ആ വിൻഡോയിൽ കഴിയുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ഒക്ടോബർ എന്നുള്ളതാണ് ഇപ്പോൾ കായിക വകുപ്പ് മന്ത്രി പറയുന്നത്. അബ്ദുറഹ്മാൻ പറയുന്ന ഡേറ്റ്, ടെനേറ്റീവ് ഷെഡ്യൂൾ അത് ഒക്ടോബറാണ്. ഒപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, മെസ്സി വരുന്നു, ശരി, ഉറപ്പിച്ചു, ഇന്ന ദിവസം വരികയാണെന്ന് തീരുമാനിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരക്ഷയാണ്. നമുക്കറിയാം ഇപ്പോൾ RCBയുടെ ഒരു ആഘോഷ പരിപാടിയിൽ ഒഴുകിയെത്തിയ ഏകദേശം 3.5 ലക്ഷം ആളുകളാണ്. മെസ്സി ഇപ്പോൾ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ വരുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാത്ത ആളുകളും വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതൊക്കെ വളരെ ദീർഘവീക്ഷണത്തോടെ അക്കാര്യങ്ങൾ ചെയ്തേ പറ്റും.